ഗൈസ് എല്ലാവർക്കും നമ്മളെ പുതിയ സ്വാഗതം. ഗൈസ് നമ്മൾ എൻ്റെ ബർത്ത്ഡേ. ഗൈസ് നമ്മൾ പുറത്തേക്ക് പോട്ടെ, ഇന്നൊന്നും പണിയില്ല ഗൈസ്. ഒരാളെ ബസ്സൊക്കെ ഓടിച്ചിട്ട് ഇന്ന് ബസ് എന്താവോ നോക്കണം. ഈ കാര്യങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ വീഡിയോ പോയി കണ്ടിട്ട് വാ ഗൈസ്. നമ്മളൊരു പുതിയ കാർ മേടിക്കാൻ പോകുന്നു ഗൈസ്. ഞാൻ കണ്ടിട്ടുണ്ടാവും ആ കാർ തന്നെ. നമുക്ക് വേഗം പോയി മേടിക്കാം ഗൈസ്. പിന്നെ എല്ലാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തോ. 500 ആക്കിത്താ ഗൈസ്. ഈ വീഡിയോക്ക് കുറച്ചൊക്കെ ലൈക്ക് താടേ. എന്തുവാടേ എന്തിനാട്ടെ കേസ്. ഡിക്കിന്ന് പൈസ എടുത്തേക്കാണ് കേസ്. നമുക്ക് ആ വണ്ടി മേടിക്കാം. നിങ്ങൾക്കറിയാം, പക്ഷെ എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് കാണിച്ചെന്നോണ്ടല്ലേ. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കട്ടെ ഗൈസ്, ഇങ്ങനെ ഉണ്ടെന്ന്. അതെ, സ്പീക്കറൊക്കെ ഉണ്ട് ഗൈസ്, പൊളിയാണ്. മതി, അയാൾ ഓടിക്കാൻ സമ്മതിക്കൂല. കഴിഞ്ഞ പോലത്തെ ആളല്ല. നമുക്ക് പോയി എന്നാൽ ബുക്കും പേപ്പറും ശരിയാക്കിയിട്ട് വരാം. വേഗം പോയിട്ട് ബുക്കും പേപ്പറും ശരിയാക്കട്ടെ. ഓക്കെ ഗൈസ്, എല്ലാവരും ശരിയാക്കണ്. ഇതിൻ്റെ വില 60 ലക്ഷം ഗൈസ്. കുഴപ്പമില്ല. നമുക്ക് ഇനി വണ്ടി എടുത്ത് വീട്ടിൽ പോവാം. നമുക്ക് വീട്ടിൽ പോവാം ഗൈസ്. വേറെ ഒരു പണിയില്ല. നമ്മൾ ഈ മസ്താങ്ങ വീട്ടിൽ എത്തിച്ചേരും. നമുക്ക് വേഗം പോവാം ഗൈസ്. ഇങ്ങോട്ട് പോവാ, ഇതിൽ കൂടെ പോകണോ? വേണ്ട, അപ്പുറത്ത് കൂടെ പോവാം, അതാണ് നല്ലത്. ഓക്കെ, നമുക്കിനി വേഗം പോവാം ഗൈസ്. നമുക്കിനി കുറച്ചുകൂടെ ഉള്ളൂ. ആവശ്യതല്ല, എന്നാലും ഒരിത് പൈസ ആകുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവില്ലേ? ആ സങ്കടം കുഴപ്പമില്ല, നമ്മളെ കയ്യിൽ പൈസ ഉണ്ട്. സങ്കടം അങ്ങനത്തെ സങ്കടമില്ല. എന്നാലും അയ്യോ ഭാഗ്യം. ഇയാളെ എങ്ങോട്ടും നോക്കി ഓടിക്കണേ. ഇയാളെ പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മളെ തെറ്റ് തന്നെയാണ്. നമുക്കിനി വീട്ടിൽ പോവാ ഗൈസ്. വലുതായിട്ട് അങ്ങനെയൊന്നുമില്ല പണി. മറ്റേ പഴയല്ല, മറ്റേ പുതിയ വീട് മേടിച്ചില്ല, അവിടൊക്കെ പോണോ? വേണ്ടാലേ, അത് ഈ വീട്ടിൽ തന്നെ പോവാ. അങ്ങനെയാണ് ഗൈസ്. ഈ കാർ അങ്ങനെയാണ് കിട്ടിയത്. നമുക്കൊരു കാർ വേണമായിരുന്നു. അങ്ങനെ ഗൈസ് വീട്ടിലെത്തേക്കാണ്. വേഗം വീട്ടിൽ കയറാം ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. എല്ലാവർക്കും ഗുഡ് ബൈ. മറ്റേ വീട്ടിൽ പോണില്ല കേട്ടോ ഗൈസ്.